നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇല്ലെന്നേ, ഈ ബെൽജിയത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ തലപ്പത്ത് നിൽക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കിരീടവും നേടാത്ത ബെൽജിയത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ കുറെ കാലം ഒന്നാമതായിരുന്നല്ലോ, ഇപ്പൊ മൂന്നാമതായിട്ടുണ്ട്. ഈ മൂന്നാമതായ ടീം ഇന്നലെ സ്ലൊവാക്യയോടാ തോറ്റത്. സ്ലൊവാക്യ 48-ാം സ്ഥാനത്താണ് എന്ന കാര്യം കൂടി ഓർക്കുക. 48-ാം സ്ഥാനത്തുള്ള ടീം മൂന്നാം സ്ഥാനത്തുള്ള ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ തോറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ബെൽജിയം തോൽക്കുന്നത്. അൺബീറ്റൺ ആയിട്ട് യൂറോ കപ്പിന് വന്നിട്ട് ഇതാ ആദ്യ കളി തന്നെ തോറ്റങ്ങ് തുടങ്ങിയിരിക്കുന്നു. അതാ പറഞ്ഞത്, താരസമ്പന്നമായിട്ടുള്ള ബെൽജിയത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. KDBയെ പോലെ, ലുക്കാക്കുവിനെ പോലുള്ള വമ്പൻ താരങ്ങൾ ഉണ്ടാകുമ്പോഴും തിബോട്ട് കോർട്ടുവയെ കോച്ച് വേണ്ടെന്ന് വെച്ച് പുറത്താക്കുന്ന അത്രയും ആത്മവിശ്വാസമുള്ള ടീം ഉണ്ടായിട്ടും തോൽക്കാനാണ് വിധി. കിരീടത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയാതെ പോകുന്നതാണ് വിധി. നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു യൂറോ കപ്പ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. കിരീടത്തിലേക്ക് പോകില്ല എന്നൊന്നും ഇപ്പോഴേ പറയാനായിട്ടില്ല. പക്ഷേ ഇങ്ങനെ വമ്പൻ സ്റ്റേജുകളിൽ വന്ന് കാലിടുന്ന ബെൽജിയം നോക്കുക. അവരിതിനു മുമ്പ് ഒരു കളി തോറ്റത് 2022 നവംബർ 27-നാണ്. അതായത് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് എഫിലെ അവരുടെ മത്സരം മൊറോക്കോക്കെതിരെ 2-0 ഖത്തറിൽ വെച്ച് തോറ്റിട്ട് പിന്നെ അവർ തോറ്റിട്ടേയില്ല. പിന്നെ തോൽക്കുന്നത് ഇന്നലെയാണ് എന്നതാണ് രസകരമായ കാര്യം. ജെർമി ഡോക്കു, അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് ആണല്ലോ ആദ്യ ആ ഒരു ഗോളിലേക്ക്, ഐവൻ സ്ട്രാൻസിന്റെ ആ ഒരു ഗോളിലേക്ക് വഴിവെച്ചത്. അദ്ദേഹം തന്റെ 161 സീനിയർ കരിയർ അപ്പിയറൻസുകളിൽ കമ്മിറ്റ് ചെയ്യുന്ന ആദ്യ എററായിരുന്നു അത്. ഒരു എറർ കമ്മിറ്റ് ചെയ്യാൻ കണ്ട സ്റ്റേജ് ഒന്ന് നോക്കണേ. അതാണ് നിർഭാഗ്യം ഒരുമിച്ച് വരും എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണല്ലോ പിന്നെ ലുക്കാക്കു. തുടരെ അദ്ദേഹം മിസ്സാക്കുകയായിരുന്നു ആദ്യ പകുതിയിലെങ്കിൽ. രണ്ടാം പകുതിയിൽ ഗോൾ അടിച്ച് നോക്കി 2 തവണ. 2 തവണയും വാറ് അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ നിർഭാഗ്യങ്ങൾ എല്ലായിടത്തുനിന്നും കൂടി അങ്ങ് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും ബെൽജിയം 2022 വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടാവുന്നു. അതിനുശേഷം 14 മത്സരങ്ങൾ അൺബീറ്റൺ ആയിട്ട് കളിച്ചിട്ടാണ് യൂറോ കപ്പിന് വന്നത്. എന്നിട്ടോ യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ 1-0 സ്ലൊവാക്യയോട് തോൽക്കുന്നു. നെവർ നോ വാട്ട് ബെൽജിയം യു ആർ ഗോണ ഗെറ്റ് എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ ആരാധകരും മാറിയിട്ടുണ്ട്. എന്ത് സംഭവിക്കും ഈ ബെൽജിയത്തിന് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്